നമസ്കാരം, ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് ഉള്ളത്. ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുൻ പ്രചാരകനായിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്തുള്ള നിരവധി തരത്തിലുള്ള വസ്തുതകളെക്കുറിച്ച് അറിയുവാനുള്ള, അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കി അതിൻ്റെ പീഡനങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ എം ഗോപാൽജിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ തദ്ദേശം 2025 എന്നുള്ള പേരിൽ നമ്മൾ നടത്തുന്ന ന്യൂസ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയുടെ ഭാഗമായിട്ട് ന്യൂസ് ഇന്ത്യ ടീമിന്റെ പേരിൽ അദ്ദേഹത്തിന് ഈ ഒരു ചെറിയ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഗോപാൽജി. ആദ്യം തന്നെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് BJPക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ആദ്യം തന്നെ രാഷ്ട്രീയക്കാരനല്ല, പക്ഷേ BJPക്ക് സാധ്യതയുണ്ട്. കാരണം BJP കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇന്ന് മത്സരിക്കുന്നതെങ്കിലും BJP മുന്നിൽ നിർത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അത് വലിയൊരു ഐക്യനാണ്. കാരണം നരേന്ദ്രമോദി നടപ്പിലാക്കാൻ പോകുന്ന വികസനത്തിനെ സംബന്ധിച്ചിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. അപ്പം നരേന്ദ്രമോദി ഏത് കാര്യത്തിലാണ് വികസനമാണ് അദ്ദേഹത്തിന്റെ അജണ്ട. അതേ നരേന്ദ്രമോദിയുടെ അതേ വികസന കാഴ്ചപ്പാട് ഇവിടെ ഉള്ളവർക്കുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ഏതായാലും ആ കാഴ്ചപ്പാട് നടപ്പിലാക്കും എന്നാണ് പത്രമാധ്യമങ്ങളിൽ കൂടിയിട്ട് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ വാചകങ്ങളിൽ കൂടെ മനസ്സിലാക്കേണ്ടത്. അത് അന്വർത്ഥമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളും ഇന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പ്രാവർത്തികമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന നേതൃത്വം ആഗ്രഹിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ചിന്ത സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടപ്പാക്കും. അതുകൊണ്ട് തന്നെ ആ ചിന്താഗതിയോടുകൂടിയിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ അതായിരിക്കാം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഇന്നത്തെ വികസന രേഖ. ആ വികസന രേഖയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളെ സമീപിക്കുന്നത്. ജനങ്ങൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJP ആഗ്രഹിക്കുന്നത് പോലെ വളരെ മുന്നോട്ട് വരും. ഞാൻ എല്ലാ സ്ഥലത്തും BJP ഭരിക്കുന്നു എന്നുള്ള അഭിപ്രായക്കാരനല്ല, പക്ഷെ മുന്നോട്ട് വരാൻ സാധ്യത. കഴിഞ്ഞ കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ 19 വർഷക്കാലമായി തിരുവനന്തപുരത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്രാവശ്യം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് പ്രതിപക്ഷ സ്ഥാനത്താണ്. പക്ഷെ ഇപ്രാവശ്യം ഭരണത്തിലേറാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു ചെറിയ കളികൾ CPM-ഉം ഭാരതീയ ജനതാ പാർട്ടിയും കൂടി ചേർന്ന് നടത്തുന്നതായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രസ്താവനയുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് പറയും. BJP പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂടിയിട്ട് അന്തർധാരയുണ്ട്. കാരണം BJP വരാൻ പാടില്ല. അതൊരു സത്യമാകാൻ വഴിയുണ്ട്. കാരണം അങ്ങ് കേന്ദ്രത്തിലെത്തിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇന്ത്യ മുന്നണിയാണ്. അപ്പൊ സ്വാഭാവികമായും തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലങ്ങളിൽ BJP വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിക്കും. ഞാൻ ഇന്ന് കാലടി കൂടി ഒരു മരണ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പം ഞാൻ കണ്ടൊരു കാഴ്ച, അവിടുത്തെ കോൺഗ്രസ് വളരെ ശോചനീയാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അന്വേഷിച്ച സമയത്ത് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പരസ്യമായിട്ട് അനുയായികൾ പറയുന്നുണ്ട് ഞങ്ങൾ ഒന്നിക്കും BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് ആര് വരണം എന്നുള്ളതല്ല, BJP പരാജയപ്പെടണം. അല്പം മുൻതൂക്കം നോക്കിയിട്ട് ഞങ്ങൾ ഒന്നിക്കും എന്നുള്ള വിധത്തിൽ. ഇത് പല സ്ഥലത്തും ആകാമല്ലോ, അങ്ങനെ സംഭവിക്കാമല്ലോ ഇത്രയും കാലത്തെ അനുഭവം. ഇനി ഒരു കാര്യം കൂടെ, അതായത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയെ കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി മതേതര പ്രസ്ഥാനമായിട്ടൊക്കെ ഒരു ഭൂരിഭാഗം ഇതര സമുദായത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അംഗീകരിച്ചു തുടങ്ങി. മറ്റ് സംഘടനകൾ, ചില മുസ്ലിം സംഘടനകൾ, അതുപോലെ തന്നെ ചില ക്രിസ്ത്യൻ സംഘടനകളൊക്കെ അംഗീകരിച്ചു തുടങ്ങി. പക്ഷേ അപ്പോഴും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ ഒരു വർഗീയ കാഴ്ചപ്പാടോടുകൂടി അവർ കാണുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്തായിരിക്കും? ഞാനും ഗോപാൽജിയൊക്കെ സ്വയംസേവകരാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഞാൻ ഗോപാൽജിയുടെ അടുത്ത് ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ?
ഈ മതേതരത്വം എന്നുള്ള കാഴ്ചപ്പാട് എന്താ ശരിക്കും? അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഇല്ല, അതില്ല, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില്ല. സർവധർമ്മ സമഭാവന, ഇതാണല്ലോ സംഘത്തിന്റെ കാഴ്ചപ്പാട്. അതെ അതെ. ആ കാഴ്ചപ്പാട് എല്ലാവരും വിടും. RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാല അടുത്ത കാലത്ത് ദില്ലിയിൽ വെച്ച് നടന്ന അവിടുത്തെ പൗരമുഖ്യന്മാരുടെ പരിപാടിയിൽ വെച്ച് ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ആ ഹിന്ദു രാഷ്ട്രത്തിന്റെ പേര് പറഞ്ഞാൽ അതിലെല്ലാ ആൾക്കാരും ഉൾപ്പെടും, എല്ലാവരും ഉൾപ്പെടും. അതിൽ ക്രിസ്ത്യാനി ഉൾപ്പെടും, മുസ്ലിം ഉൾപ്പെടും, പിന്നെ ജൈനൻ ഉൾപ്പെടും, സർവ്വ ആൾക്കാരും ഉൾപ്പെടും. ആ ധർമ്മത്തിന്റെ ഭാഗമാണ്, ഒരു മതത്തിനേക്കാൾ ഉപരി ധർമ്മം എന്നുള്ള കാഴ്ചപ്പാട്. അതിൽ ഇവരെല്ലാവരും ഉൾപ്പെടുന്നതാണ്. അവിടെ രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ല. രാഷ്ട്രത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ അവര് അന്യരായിത്തീരുന്നത്? ഇവരെല്ലാവരും ഒന്നായിട്ടുള്ള സങ്കല്പല്ലേ? അതുപോലെ അങ്ങനെ മതേതരത്വം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇല്ല, ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. ഞാൻ ആലോചിച്ചു, മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അഭിപ്രായമാണ്, കാഴ്ചപ്പാടല്ല. അതെ. അപ്പൊ അത് ഒരു ജനവിഭാഗത്തിന്റെ അഭിപ്രായത്തിനാണല്ലോ നമ്മൾ മതം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹിന്ദുവിനും അഭിപ്രായം പറയാം, മുസ്ലിമിനും പറയാം, ക്രിസ്ത്യാനിക്കും. അത് മാത്രമല്ല യഥാർത്ഥം നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ രാഷ്ട്രമാണ് വലുതെന്ന് സംഘം പറഞ്ഞു? അതെ, രാഷ്ട്രം. ഡോക്ടർജി സംഘം തുടങ്ങിയ കാലത്ത് തന്നെ ഡോക്ടർജി അത് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങിയത്, രാഷ്ട്രം എന്നൊരു സങ്കല്പം. അതിലേക്ക് പലരും വരുന്നു, പല ബുദ്ധിജീവികൾ വരുന്നു, പല സന്യാസി മഠങ്ങൾ വരുന്നു, പലരും ആ നിലയ്ക്കിലേക്ക് വരുന്നുണ്ട്. ഇത് തന്നെയാണല്ലോ ലോക ഗുരുസ്ഥാനത്തേക്ക് ഭാരതം എത്തണം. ഏത് കാഴ്ചപ്പാടിൽ കൂടിയിട്ടാ? ഒരു വിഘടന കാഴ്ചപ്പാടല്ലല്ലോ, ആ കാഴ്ചപ്പാടല്ല സങ്കല്പം. അപ്പൊ ലോക ഗുരുസ്ഥാനത്തേക്ക് ഭാരതം എത്തണം. ഒരു കാലത്ത് ഭാരതത്തിന്റെ പാരമ്പര്യം അതാണ്, ലോക ഗുരുവായിട്ട് നിലനിന്നിരുന്നു ഭാരതം. അത് തന്നെയാണ് ഇപ്പോഴും, അതേ കാഴ്ചപ്പാട് തന്നെയാണ്, അതിലേക്കുള്ള യാത്രയാണ്. ശരി, ഈ ആനുകാലികമായിട്ടുള്ള രണ്ട് വിഷയങ്ങളിലേക്ക് ശബരിമല പ്രശ്നം കഴിഞ്ഞ ഒരു 2018-19 കാലഘട്ടത്തിൽ ഞാനും ഗോപാൽജിയൊക്കെ അടക്കം ഒരുപാട് തല്ലുകൾ മേടിച്ചൊരു വിഷയമാണ് 2018 ശബരിമല പ്രശ്നം എന്ന് പറയുന്നത്, പ്രക്ഷോഭം എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളികളും അയ്യന്റെ വേണമെങ്കിൽ തങ്കയങ്കി അടക്കം അടിച്ചുകൊണ്ട് പോകാൻ തക്ക രീതിയിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ 2-3 ദിവസം മുൻപ് ശ്രീ കെ ജയകുമാർ IAS അദ്ദേഹത്തിന് അതിന്റെ തിരുവിതാംകൂറിന്റെ ദേവസ്വം പ്രസിഡന്റാക്കി മാറ്റി. എന്നാൽ അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഗവൺമെന്റിന്റെ ഡയറക്ടർ പദവിയോട് പുള്ളി വഹിക്കുന്നതായിട്ട് കണ്ടെത്തി. അപ്പൊ പുള്ളി അതൊഴിയാൻ തയ്യാറാണ്, ദേവസ്വം ബോർഡിൽ പ്രസിഡന്റായിട്ട് ഇരിക്കാൻ പുള്ളി ആഗ്രഹിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്. യഥാർത്ഥത്തിൽ ഗോപാൽജിയുടെ ഒരു കാഴ്ചപ്പാട് ഒരു തമാശ നിറഞ്ഞ ചോദ്യമാണ്, എന്നാൽ അതോടൊപ്പം ഒരു സീരിയസ് ചോദ്യവും കൂടിയാണ്. ആരായിരിക്കും ഏറ്റവും കൂടുതൽ കട്ടിട്ടുണ്ടാകുന്നത്? ശർക്കരക്കുടത്തിൽ കൈയിട്ടവരെല്ലാരും നക്കി, അതാണ് സത്യം. 2 മുൻ പ്രസിഡന്റുമാര്, അതിൽ ഒരാൾക്ക് നേരത്തെ കമ്മീഷണറായിരുന്ന ആളാ, അതാണ് അണ്ടർലാൻഡ് വാക്ക്. കമ്മീഷണറായിരുന്ന ആള് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് അറിയാത്ത കാര്യം എന്താ അതിലുള്ളത്? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ നിലയ്ക്ക് ചിന്തിച്ചാൽ കൂടുതൽ നക്കിയത് ആരായിരിക്കും? എല്ലാവരും. പിന്നെ പത്മകുമാർ ആദ്യം മുതലേ മുമ്പോട്ട് വെച്ചിരിക്കുന്ന എടുത്തവർ അനുഭവിക്കട്ടെ, അയ്യപ്പന്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഒരു വെള്ളത്തെ ഇതിൽ നിൽക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചു. ഒരു നിഴൽ നാടകം അഭിനയിച്ചു അയാള്. കർമ്മഫലം അല്ലെങ്കിൽ അയ്യപ്പന്റെ തിരിച്ചടി. അതെ, അപ്പൊ സ്വാഭാവികമായിട്ട് ആരായിരിക്കും നക്കി ഉണ്ടാകുക? അത് നോക്കുന്ന സമയത്ത് അവിടെയാണ്. പിന്നെ പാർട്ടി നക്കിയോ എന്ന് ചോദിച്ചാൽ പാർട്ടി നക്കിയിട്ടുണ്ടാവും. ഇവരെ ആരുടെ നോമിനികളാണ് ഇവര്? അതെ, പാർട്ടി നോമിനീസ് ആണ്. പിന്നെ ഇവർക്ക് കൂടെ നിന്ന ഉദ്യോഗസ്ഥര് ഏത് യൂണിയനിൽപ്പെട്ടവരാണ്? അതെ, എല്ലാം CIT യൂണിയനിൽ വരുന്ന. പിന്നെ ഇവര് വരുന്നതിന്റെ മുമ്പേ, ഈ ഭരണം വരുന്നതിന്റെ മുമ്പേ ഉണ്ടായിരുന്ന ആളുകളുണ്ട്, അവർ ഈ പാർട്ടിക്കാരല്ല. പക്ഷെ ആ പാർട്ടിയുടെ നേതാവായിരുന്ന മന്ത്രിയായിരുന്ന ആളുടെ അനിയൻ അവിടുന്ന് പാത്രം മോഷ്ടിച്ച് വിറ്റു എന്നും പറഞ്ഞ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആരൊക്കെയാണെന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വലിയ നെറ്റ്വർക്കാണ്, എല്ലാവരും ഉണ്ട് അതില് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതാണ് അതിൽ കൂടിയിട്ട് ഒരുപക്ഷെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ, ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഉള്ള പ്രസ്ഥാനങ്ങളുടെ ആൾക്കാർ തന്ത്രിയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ചിലപ്പം അത് ഇഷ്ടപ്പെടണമെന്നില്ല, ഒരിക്കലും. പക്ഷേ അങ്ങോട്ടും കൂടി പോണ്ടേ? പോണം, തീർച്ചയായും വേണമല്ലോ. ഞാനും ആ അഭിപ്രായക്കാരൻ. മേൽശാന്തി ആയിരുന്നാലും തെറ്റ് തന്നെയാണ്.
പിന്നെ ഈ എന്ത് പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ പോറ്റിയെ കൊണ്ട് അവിടെ വെച്ചതാരാ? അതെ, അയാൾ അവിടുത്തെ സഹായിയായിട്ട് വന്ന കേസാന്തിയായിട്ടല്ല, സഹായിട്ട് വന്ന അയാൾ ഓരോരുത്തരെയും കണ്ട് ഓരോരുത്തരുടെയും അവരുടെ ഹൃദയം ഇയാൾ കീഴടക്കി. ശുദ്ധഹൃദയം അല്ലല്ലോ, കീഴടക്കാൻ വളരെ എളുപ്പമാണ്. അട്ടയായിരുന്നു ഇയാള്, അതിലിങ്ങനെ പിടിച്ചിട്ടാ അയാൾ അവിടം വരെ എത്തി. ആരോടൊക്കെ ആയിട്ടാണ് ബന്ധം. അപ്പം ഉന്നതരായിട്ടുള്ള അയാളെ തൊടാത്തതായിട്ടുള്ള ആരുമില്ല. അയാൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ അഴിമതിയിൽ പങ്കുണ്ട്. അത് ഉറപ്പാണല്ലോ. ജയറാമിനെയൊക്കെ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതെ, ജയറാമിനെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. ജയറാം പൊതുവെ എനിക്ക് തോന്നുന്നു ഭക്തിമാർഗം പുറമേ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ട് ഭക്തിമാർഗമാണ്. എല്ലാ മാസവും തിരുപ്പതി ദർശനം, നമ്മുടെ ശബരിമല ദർശനം, ഇങ്ങനെയുള്ള ദർശനങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ 2 ദിവസമേ ജയറാമിന്റെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നുള്ളൂ. 3-ാം ദിവസം മുതൽ അതിനെക്കുറിച്ച് യാതൊന്നും അറിയുന്നില്ല. ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പല ഉന്നതരുടെയും സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള പല ഉന്നതരുടെയും രാഷ്ട്രീയ പിൻബലത്തോട് കൂടിയിട്ടുള്ള ഫോൺ കോൾസും ഒക്കെ പലയിടത്തും പത്രമാധ്യമങ്ങളിൽ പോയത് കൊണ്ടാണ് ഇത് മാറിപ്പോയെന്നാണ്. പക്ഷേ സത്യസന്ധമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ജയറാം എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഒരു കലാകാരനായാലും പൈസയോടെ അത്യാഗ്രഹം ഉണ്ടാവില്ലേ? അതുണ്ടാവും. അതുകൊണ്ടാണല്ലോ സിനിമയിൽ അഭിനയിക്കുന്നത്. നിങ്ങള് ഇവിടെ അടുത്ത കാലത്ത് പ്രചരണത്തിൽ വന്നൊരു സംഗതി ഉണ്ട്, മട്ടാഞ്ചേരി കോക്കസ് എന്ന് പറഞ്ഞിട്ട്. മട്ടാഞ്ചേരി കോക്കസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? പണത്തിന്റെയാണ്. ആ പണം ഇവിടുന്ന് വരുന്നതാ വിദേശ പണമാണ്. ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ജയറാമിനും മട്ടാഞ്ചേരി കോക്കസ് അല്ലെങ്കിലും പണത്തിനോട് അത്യാഗ്രഹം ഉണ്ടാവും. അപ്പം ഈ ഭക്തി കാണിക്കുന്നത്, നിങ്ങൾ ശ്രീകണ്ഠേശ്വരത്ത് പോയി നോക്കും, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവിടെ ചെന്നിട്ട് കിടന്ന് എന്താണ് മഹാദേവ ബാക്കി പാവങ്ങൾ വന്നാൽ തൊഴാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ? ആരാണ് ആ കിടന്നുള്ളത്? മോഷ്ടിക്കുന്നവൻ, ബ്ലേഡ് നടത്തുന്നവൻ, പിരിവ് നടത്തുന്നവൻ, ഇത്തരം ആൾക്കാരല്ലേ? ഇത് തന്നെയാണ്. ഇത്തരം ആൾക്കാർ എപ്പോഴും വലിയ ഭക്തന്മാരായിരിക്കും. കാരണം കള്ളം രക്ഷിക്കണേ ഭഗവാനെ, വീടിനെ രക്ഷിക്കണേ ഭഗവാൻ, നാടിനെ രക്ഷിക്കണം എന്നായിരിക്കാൻ വേണ്ടോ? ഇന്ദിരായ സ്വാഹ ഇതം നമ്മമാന്ന് അവിടെ ജപിക്കുന്ന അയാൾ അത്രയേ ഉള്ളൂ. അത് അവരാ പറയുന്നത്, ഇവരല്ല. ആ ആൾക്കാർ പോയിട്ടാണ് എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും എന്റെ കൂടെ നിൽക്കണമേ എന്നാണ് ഇവരുടെ പ്രാർത്ഥന. അത് ഏറെ ആൾക്കാരാണെങ്കിലും പള്ളിയിൽ പോകണോ. എന്റെ അടുത്ത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഒരിക്കലും എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കരുതെന്ന്. ചെന്ത തിരുമേലെന്ന് വെച്ച് പറഞ്ഞു, ഈ ലോകത്തിലെ ഒരേ ഒരു രക്ഷ മരണമാണ്, ഭഗവാൻ എടുത്തോണ്ട് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കള്ളങ്ങൾ മറയ്ക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇവരൊക്കെ മനുഷ്യന് ഭക്തി തെറ്റല്ല, പക്ഷെ ഇവരെ പോലത്തെ ആൾക്കാർ മുഴുവൻ ഇതുമായി ബന്ധപ്പെടുന്നതും ഇങ്ങനത്തെ ആൾക്കാരുമായി ബന്ധപ്പെടുന്നതും ഇതൊക്കെ ആ ഉദ്ദേശത്തോട് കൂടിയിട്ട് വേണമല്ലോ ഇപ്പൊ മനസ്സിലാക്കാൻ. അതെ അതെ. ഒരു കാര്യം, ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിന് പോയ സമയത്ത് ആ വിളക്കിരിക്കുന്നിടത്താണോ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച പിണറായി വിജയൻ ഒറ്റ രാത്രി കൊണ്ടുണ്ടായ ഒരു ഭക്തിമാർഗവും അയ്യപ്പ സംഗമത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? കാരണം അവിടെ നടന്ന കൊള്ളയും കൊലയും അത് മാത്രമാണോ? അത് ഒരു പശ്ചാത്താപം ഉണ്ടാകാം. ഏതായാലും ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒക്കെ പശ്ചാത്താപം ഉണ്ടാവും. തീർച്ചയായിട്ടും. കാരണം ചെയ്തികൾ മുഴുവൻ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു നല്ലതും ഇല്ലാന്നുള്ളതാണ്. ശരി, ഇനി ആനുകാലികമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള, എനിക്കും വളരെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ഞാൻ KPF ഉണ്ടായിരുന്ന സമയത്ത് KSUവിലൊക്കെ പ്രവർത്തിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നത്തെക്കുറിച്ച് ഇടയ്ക്ക് വെച്ചിട്ട് ഈ CPM-ന്റെ മഹിളാ സമാജത്തിൽപ്പെട്ടൊരു സ്ത്രീ പറഞ്ഞത്, മുകേഷിന്റെ പീഡനം തീവ്രത കുറഞ്ഞതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത് തീവ്രത കൂടിയതാണ് എന്നാണ് പറഞ്ഞത്. ഗോപാൽജിയെ സംബന്ധിച്ച് ഗോപാൽജിക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാം? താങ്കൾ അവിവാഹിതനല്ലേ? ഇത്തരം കാര്യങ്ങൾക്കൊന്നും പോയില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ കാര്യം. കാരണം തീവ്രത എന്താണ്, അതിതീവ്രത എന്താണ്, ഇല്ലായ്മ എന്താണ്? അവരങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറയുന്ന സ്ത്രീക്ക് നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് അതിനെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെ പറയുന്ന ആളുകളെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അതാണ് ശരി. രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ
തെറ്റുകാരനാണോ? രാഹുൽ ഈശ്വർ ഒരു നിലപാടെടുത്തു, അറസ്റ്റിലാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം അതിജീവിതയെ കുറിച്ച്, അതിജീവിതയുടെ ഭാഗം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് രാഹുൽ ഈശ്വറിന് രാഹുൽ മാങ്കൂട്ടത്തിന് കുറ്റപ്പെടുത്തണമെന്നാണ്. അതിനെ കുറിച്ച് ഗോപാൽജിക്ക് എന്താണ്? അത് പറഞ്ഞാലാണ് ഇപ്പൊ രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്നത്. ഇപ്പൊ നമ്മുടെ അഭിപ്രായം പറഞ്ഞാല് തെറ്റല്ലേ? പിന്നെ രാഹുൽ ഈശ്വർ എല്ലാറ്റിലും ആവശ്യമില്ലാതെ അഭിപ്രായം പറയും, എല്ലാറ്റിലും പറയും. ഭീകരന്മാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് ഈ ശബരിമലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അനുകൂലിച്ചും പറയും. ചില സമയത്ത് ശബരിമലയിൽ പോകുന്ന ആളുകളെ കുറിച്ച് എതിർത്തും പറയും. അങ്ങനെയൊക്കെ പറയും. ഈ ഇലക്ഷന്റെ ഇടയിൽ തന്നെ രാഹുൽ ഈശ്വർ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്ററാണ് പുരുഷ കമ്മീഷൻ. അതെ, യഥാർത്ഥത്തിൽ ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എന്തായാലും പഞ്ചായത്ത് കണക്കിൽ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി പുള്ളി ഇതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഗോപാൽജി പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളെന്ന് മനസ്സിലാക്കി. ഈ കോൺഗ്രസും രാഹുൽ ഈശ്വറും തമ്മിലുള്ള ഒരു കണക്ഷനിലൂടെ മറ്റ് രാഷ്ട്രീയക്കാരെ ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം ഇവര് കെട്ടിപ്പടുത്തതാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിയാകാം. കാര്യം പുരുഷ കമ്മീഷൻ വേണോ വേണ്ടെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ. ഉണ്ട്. ഈ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് മുഴുവൻ, അവരുടെ കൂടെയുള്ളവർക്ക്, അവരെ സഹായം ആഗ്രഹിക്കുന്നവർക്ക്, ഇവർക്ക് മുഴുവൻ ഏതെല്ലാമോ മേഖലയിൽ അവിഹിതമായുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അവിഹിതമായുള്ള ഈ അവിഹിതമായുള്ള കാര്യങ്ങൾ സ്ത്രീകൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണ്. പുരുഷ കമ്മീഷൻ വേണോ വേണ്ടെന്നുള്ള ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ധാരാളം ആൾക്കാർ. പക്ഷേ സ്ത്രീകൾ അമിതമായി ഈ പുരുഷന്മാരെ നിസ്സാരപ്പ എല്ലാവരും തമാശ രൂപത്തിൽ പറയും, അവള് പോകുമ്പോൾ ഒന്നും പറഞ്ഞോ അല്ലേ കേസ് കൊടുക്കും. മനുഷ്യൻ ഭയപ്പെട്ട് നടക്കണ്ടേ? തീർച്ചയായും. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാണ് ഗോപാൽജി. ഇപ്പോഴേ ഇത് തുടങ്ങിയാലേ ഇനി ഈശ്വരഭാഗ്യം കൊണ്ടോ ഈശ്വരന്റെ അനിഷ്ടം കൊണ്ടോ, അങ്ങനെ ഞാൻ പറയുള്ളൂ, ഈശ്വരന്റെ അനിഷ്ടം കൊണ്ടോ കോൺഗ്രസ് അടുത്ത തവണ ഭരണത്തിൽ വന്നാൽ, പുരുഷ കമ്മീഷൻ ഉണ്ടായാൽ എനിക്കതിന്റെ കമ്മീഷൻ ആകാം എന്നുള്ളൊരു തോന്നൽ കൂടി ചിലപ്പോൾ രാഹുൽ ഈശ്വരൻ ഉണ്ടാവും. കാരണം ഭാര്യ കൂട്ടു നിൽക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. താഴമൺ മഠത്തിലെ ആൾക്കാരെ കാര്യം ഇദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരു യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പോലും ആരും പറയാറില്ല. ഞാൻ തന്നെ ഒരു തവണ കണ്ട സമയത്ത് എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ കുറിച്ച് ഞങ്ങൾ നോക്കാറില്ല. കാരണം അത് താഴമൺ കുടുംബത്തിന്റെ അഭിപ്രായമല്ല, ഇത് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഒളിച്ചിരിക്കുന്നത്? ആദ്യത്തെ കാര്യം നിങ്ങൾ ചോദിച്ചതിനെ കുറിച്ചിട്ട്, താഴവൻ മഠത്തില് അല്ലയാള് കാര്യം എന്താ പറഞ്ഞ നമ്പൂതിരിമാർക്ക്, മലയാളി നമ്പൂതിരിമാർക്ക് മക്കത്തായാണ്, മരുമക്കത്തായ. അതുകൊണ്ട് അവിടെ നിന്ന് വിവാഹം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത ആള് പോലും പിന്നെ അവിടുത്തെ അല്ല, അവർ ഏത് വീട്ടിലേക്കാണോ പോകുന്നത് അവിടെയാണ് ബന്ധം. അതുകൊണ്ട് താഴവൻ മഠവുമായിട്ട് രാഹുൽ ഈശ്വറിന് ഒരു ബന്ധവുമില്ല. അവിടെ അപ്പൂപ്പ, മുത്തശ്ശ, മാമ എന്നൊക്കെ വിളിക്കാൻ മാത്രമുള്ള അധികാരം, വേറെ ഒരു അധികാരമില്ല. പിന്നെ സ്വത്ത് ആണെങ്കിൽ അത് ചിലപ്പം കൊടുത്തിട്ട് കഴിഞ്ഞിട്ടും ഉണ്ടാകും. അപ്പം അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. അപ്പം അതുകൊണ്ട് അവരുമായിട്ട് ബന്ധമില്ലാന്ന് അവർ പറഞ്ഞത് ശരിയാണ്, രക്ഷപ്പെടാനാണെങ്കിലും. അതെ, അതുകൂടി ചേർക്കണമല്ലോ. അപ്പം ആ നിലയ്ക്കാണ് അവർ പറഞ്ഞത്. അവർ പറയുന്നത് സത്യമാണ്. ഈ മക്കത്തായും മരുമക്കത്തായും ആ ചിന്ത നോക്കിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട് അതില്ലേ. പിന്നെ അയാളെ പോക്കും കാര്യങ്ങളൊക്കെ നിലയ്ക്കാണെന്നുള്ളത് അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കർണാടക ബോർഡറിൽ ഒന്ന് വിളിച്ചിരിക്കുന്നത്? തെറ്റുകാരനാണെന്നുള്ള അയാൾ സമ്മതിച്ചല്ലോ. രണ്ടുപേരും കൂടി സംസാരിച്ചിട്ടാണ്, രണ്ടുപേരും കൂടി അഭിപ്രായം പറയാനാണ് ഞാൻ ചെയ്തത്. അയാൾ സമ്മതിച്ചു കഴിഞ്ഞു. ഈ ഷാഫി പറമ്പലിന്റെ ഒരു പിന്തുണ ഇദ്ദേഹത്തിനുള്ളതായിട്ട് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം അതെന്താണെന്നുള്ള ഞാൻ ഇപ്പം നിങ്ങളുടെ ഈ തുറന്നു പറയുന്നില്ല. കാരണം ഷാഫി പേരാണല്ലോ, അതുകൊണ്ടുണ്ടാവും. സ്വാഭാവികമായിട്ടുണ്ടാവും. ശരി ഗോപാൽജി, അപ്പോ തദ്ദേശം സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 100% എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര ശതമാനം ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കാൻ പറ്റും? ഒറ്റ ഉത്തരത്തിൽ അങ്ങ് പറയാം. 25% വോട്ട് കിട്ടും. 25% വോട്ട് കിട്ടും. ഉറപ്പാണ്, കൺഫേമാണ്.
അപ്പം BJP-യുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വളർച്ചയുടെ അടിസ്ഥാനമായിട്ട് നമുക്ക് ഇതിനെ കാണണമല്ലോ. അതിലുള്ള ചവിട്ടുപടി ആയിട്ട് കാണണം. ഞാൻ മനസ്സിലാക്കിയ എനിക്ക് അവരുടെ ചിന്ത എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അവരെന്താണ് കാഴ്ചപ്പാട് എനിക്കറിയില്ല, അവരെന്താ പറയുന്നത് എനിക്കറിയില്ല. ഏതായാലും ഞാൻ 25% പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊരു 3% കൂടി കുറയ്ക്കാം. 22-നും 25-നും ഇടയിൽ കിട്ടും. കേരളം ടോട്ടലി നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് തോന്നുന്നു? തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-യുടെ അഭിപ്രായം പറയാം ഞാൻ. എനിക്ക് അഭിപ്രായം BJP-യുടെ അഭിപ്രായം BJP ഭരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 52 സീറ്റ് കിട്ടണം. നിലവിൽ പ്രതിപക്ഷത്തായതുകൊണ്ട് കിട്ടാൻ എളുപ്പമാണ്. പ്രവർത്തകർ കൂടി ഉഷാറാണ്. BJP ശരിക്ക് എന്താണ് കപ്പിന്റെ ജനസംഘം തൊട്ട് കണ്ടു വളർന്നിട്ടുണ്ട്. കപ്പിന്റെ സാസറിന്റെ ഇടയിലാണ് നഷ്ടപ്പെട്ടത് പലതും. നമ്മളിപ്പോ ഇരിക്കുന്ന ഈ പ്രദേശത്ത് 2 വോട്ടിന് തോറ്റ സ്ഥലമാണ്, 3 വോട്ടിന് തോറ്റ 1 വോട്ടിന് തോറ്റ സ്ഥലമാണ്. വേറെ ഒന്നും കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ചു. എന്താ കാരണം? BJP-യുടെ പ്രവർത്തകരാണ് കാരണം. ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്, ജനങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. പിന്നെ ഒരു കാര്യം, BJP എന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചിന്തിക്കേണ്ടത്, അതിനെല്ലാം ഏറ്റവും യാതനയും വേദനയും അനുഭവിച്ച പ്രവർത്തക വൃന്ദം എല്ലാ പാർട്ടിയിലും ഉണ്ടായിരുന്നു. പക്ഷെ പാർട്ടി ഉയർന്നു വരുന്ന സമയത്ത് അവരെ ധിക്കരിക്കേണ്ട കാര്യമുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു ശാപായി മാറും എല്ലാ പാർട്ടിക്കാർക്കും. തീർച്ചയായിട്ടും ഈ ശാപാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റിരിക്കുന്നത്, യഥാർത്ഥ കോൺഗ്രസിന് ഏറ്റിരിക്കുന്നത്. BJP-ക്ക് ഇതിനെ സംഭവിക്കാമല്ലോ. അതുകൊണ്ട് കാലക്രമത്തിൽ സംഭവിക്കാന്നല്ല, ഇപ്പോഴും സംഭവിച്ചില്ല എന്നൊന്നും പറയാൻ തയ്യാറല്ല. എല്ലാവരും സ്നേഹത്തോടു കൂടി കൂടുതൽ ഇപ്പൊ ജനസംഘത്തിന്റെ കാര്യം ചോദിച്ചില്ല, ഹൃദയം കൊടുത്ത് ഹൃദയം വാങ്ങിച്ചില്ല. നമ്മൾ മാരാർജിയെ കുറിച്ച് എന്താ പറയുന്നത്? എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മാരാർജിയെ കുറിച്ച് പറയുന്നത് ഹൃദയം കൊണ്ടാണ് ജനങ്ങളെ കീഴടക്കിയ മാരാർജിന്ന് പറയാറില്ലേ? എല്ലാവരും പറയാറുണ്ട്. ഇത് കണ്ടു വളരുന്ന ആൾക്കാർക്ക് ഇത് സാധിക്കുന്നില്ല. കണ്ടുപഠിക്കുക, കേട്ടുപഠിക്കുക, നോക്കി പഠിക്കാന്നൊക്കെ ആണെങ്കിൽ പിന്നെ BJPയുടെ ഒരു ആശയമില്ലേ? അത് ഏതെങ്കിലും BJP ആൾക്കാർക്ക് അറിയാമോ? കുറെ ആൾക്കാർക്ക് അറിയാം. ഞാൻ പറയുന്നു, ഈ മുരളീധരൻ അറിയാം, സുരേന്ദ്രൻ അറിയാം. ഏകാത്മമാനവ ദർശനം ആരും പഠിക്കുന്നില്ല. പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ നാട്ടിലെ പല യുവമോർച്ചയിലുള്ള ABP-യിലുള്ള പിള്ളേർക്കെല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങൾ CPM-കാര് SFI-ക്കാര് ക്ലാസ് എടുക്കുന്നുള്ളത് നിങ്ങൾ നോക്കണം. നിങ്ങളൊരു അധ്യാപകനെ കണ്ടെത്തി, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തി തരാം, അദ്ദേഹത്തിനെ കൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇന്റഗ്രൽ ഹ്യൂമാനിറ്റി പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഏകാത്മമാനവ തയ്യാറല്ല. ഇതെന്താന്ന് പറഞ്ഞാൽ പഠനശിബിരം വെക്കും. ആ പഠനശിബിരത്തിൽ ഏതെങ്കിലും പാവങ്ങൾ അതിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കാന്നല്ല, നേതാക്കന്മാർ മുഴുവൻ അവിടെ ഇരിക്കുന്നത് പുറത്താണ് നിൽക്കുന്നത് എല്ലാ പാർട്ടിയിലും. അപ്പൊ എന്ത് മനസ്സിലാക്കും? അവർക്ക് എന്താ മനസ്സിലായ? കുറച്ചെങ്കിലും ചെറുപ്പക്കാർ ചിലപ്പോൾ അത് പഠിക്കുന്നവരൊക്കെ കേട്ടിട്ട് ഇവർക്കത് അറിഞ്ഞൂടാ. അപ്പൊ ഇവർക്ക് എങ്ങോട്ടാ നോട്ടം? ഇപ്പൊ പാർട്ടിക്കാർക്ക്, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഏറ്റവും പ്രധാനമുള്ള എന്താ? ആരോടാണ് നോട്ടം? പണത്തിനോടാണ് നോട്ടം. സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടിക്കാരും അങ്ങനെ സംഭവിക്കാം. ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാൾ പാർട്ടി ചേരുന്ന സമയത്ത് അയാളെ സ്വത്ത് എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. അയാൾ ആ പാർട്ടിയിൽ നിന്ന് ഒരു 10 വർഷം കഴിഞ്ഞാൽ സ്വത്തിന്റെ വിവരം അന്വേഷിക്കണം. എല്ലാ പാർട്ടിക്കാരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്വത്ത് വിവരം ജനങ്ങൾ ഇവർക്കല്ല കൊടുക്കേണ്ടത്, പാർട്ടിക്കുള്ളിൽ തന്നെ കൊടുക്കണം. 10 വർഷം കഴിയും. പിന്നെ മറ്റു പ്രശ്നങ്ങളില്ല. പിന്നെ മാർക്ക് ഇടണം, പാർട്ടി പ്രവർത്തനത്തിൽ മാർക്ക് ഇടണം അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ട്. അതുകൊണ്ടാണ് ഇലക്ഷൻ വരുന്ന സമയത്ത് പാർട്ടിയിൽ വന്നു, ഇലക്ഷൻ കഴിഞ്ഞ് അയാൾ പോയി. പാർട്ടിയിൽ പ്രവർത്തിച്ച് വളരുന്ന ആൾക്കാർക്ക് പാർട്ടി സീറ്റ് കൊടുക്കുന്നുണ്ടോ? എല്ലാ പാർട്ടിക്കാരും ഇല്ല. ജനങ്ങളുമായിട്ടല്ലേ ആ പാർട്ടി പ്രവർത്തകന് ബന്ധം? അയാളെ സൗന്ദര്യം നോക്കിയിട്ടാണോ? അയാൾ സമ്പത്ത് നോക്കിയിട്ടാണോ? അയാളെ വിജയിപ്പിക്കാൻ ശ്രമിക്കണം. എല്ലാവരും കൂടി ഇറങ്ങി ഒറ്റക്കെട്ടായിട്ടിരുന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കണം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാർ BJP സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. നല്ല ചിന്തയല്ലേ? ആ ചിന്ത അനുസരിച്ചിട്ട് അവർ വിജയിച്ചു വന്നാൽ പാവങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിനിധി വന്നു. ആ പാവങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിനിധിക്കാണ്. ഇപ്പൊ അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നരേന്ദ്രമോദിയല്ലേ? നരേന്ദ്രമോദിക്ക് ജനങ്ങളുടെ ഹൃദയം അറിയാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി അവരുടെ അടിസ്ഥാനമായി വളർന്നു വന്നു.
അതുകൊണ്ട് നാട്ടിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുള്ള ആര് പറഞ്ഞ നിമിഷം അദ്ദേഹത്തിന് സ്വയമായുള്ള ചിന്തയുണ്ട്. അതെ. ഇവിടുത്തെ അടിസ്ഥാന വർഗം ഏതാണ്, അവരെങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം ഇതിനെ സംബന്ധിച്ചിട്ട്. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ആളെ കൂട്ടാനുള്ള ഒരു പാർട്ടി മാത്രമായി കേരളത്തിൽ മാറുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാൻ അജ്ഞനാണ്. അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഇതര പാർട്ടിയിൽപ്പെട്ട ഒരുപാട് പേര് ഇപ്പൊ BJP-യിലോട്ട് വരുന്നുണ്ട്. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും ചിലപ്പോൾ ചിന്തിക്കാറില്ല. അതിനെ കുറിച്ച് എന്താണ് ഗോപാൽജി? തെറ്റാണ്. ഏത് പാർട്ടി? കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കണമല്ലോ. അതെ, അവരെന്തിനാ വരുന്നത് നോക്കണമല്ലോ. ഈ ഭരണം വന്നതിന് ശേഷം ഈ പ്രസ്ഥാനത്തിലേക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്ന കടന്നു വന്ന ധാരാളം ആൾക്കാരുണ്ട്. അതെ, അധികാരത്തിന് വേണ്ടി വന്നത്. അതെ, അല്ലെങ്കിൽ സീറ്റ് എല്ലാറ്റിലും ഉണ്ടാവും. അത് കോൺഗ്രസ് എന്നുള്ള അധികാരത്തിൽ അവരൊക്കെ കോൺഗ്രസ് പോകും. അത് ശരിയാ. അങ്ങനെ വരുന്നത് വേറെ കാര്യം. 5 വർഷത്തേക്ക് ഇങ്ങനെ പിടിച്ചു മാറി നിൽക്കുക എന്നുള്ളത്. ശരി ഗോപാൽജി, അപ്പോ ഒരു കാര്യവും കൂടി ചോദിച്ച് നമുക്ക് നിർത്താം. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇനി അങ്ങോട്ടുള്ള 10 വർഷത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഭാരതം ടോട്ടൽ എടുക്കും. ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും. വൻ ഭൂരിപക്ഷത്തോടുകൂടി ഓരോ സമയത്ത് ഭരിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കും. അതിൻ്റെ മഹാന്മാരായ ലീഡേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം ആയിരിക്കും അത്. ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത തവണ അത് നടപ്പാകുമെന്ന് എത്ര ശതമാനം ഉറപ്പാണല്ലോ? നടപ്പാവുന്നുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അവ ഉറപ്പാണ് നടപ്പാക്കുന്നുള്ളത്. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനാണ് വർഷങ്ങളായിട്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു ചർച്ച. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 വർഷക്കാലം, ഒരു 10 വർഷക്കാലം ഒക്കെ ഈ നാടിനെ കുറിച്ച് മനസ്സിലാക്കിയ, ഈ രാഷ്ട്രത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി പേർ കേൾക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഗോപാൽജിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ഞാൻ 5 വർഷം 10 വർഷം എന്ന് പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് എനിക്ക് തോന്നുന്നു ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിലെ ജനങ്ങൾ കൂടുതലായി മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിനു മുൻപേ എത്രയോ വർഷങ്ങളായി ഈ ജനസംഘത്തിന്റെ കാലഘട്ടം മുതൽ ഭാരതീയ ജനതാ പാർട്ടി എന്ത് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത, അതിന്റെ അന്തർധാരകളെ കുറിച്ച് അറിഞ്ഞ ഒരു മഹാനുഭാവനിൽ നിന്നും ഇത്തരത്തിൽ നല്ലൊരു വാക്യം നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. എല്ലാവിധ ആശംസകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞാൻ നേരുകയാണ്. ഇത്രയും സമയം വളരെ നല്ല കാര്യങ്ങൾ. ഞാനും ഗോപാൽജി എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പം മുതലുള്ള, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ടുള്ളൊരു ബന്ധമാണ് ഞാൻ അപ്പോൾ എത്ര വർഷത്തെ പഴക്കമുണ്ടാകുമെന്ന് പ്രേക്ഷകർക്ക് തന്നെ ഊഹിക്കാം. ആ കാലഘട്ടം മുതൽ സംഘം എന്താണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ ചുരുക്കമെന്നും കൂടെ വേണമെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കാം, വളരെ ചുരുക്കം ചില ആൾക്കാരിൽ പെടുന്ന വ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട ഗോപാൽജി. ഈ ഒരു സമയം ന്യൂസ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം നൽകിയതിന് വളരെയധികം നന്ദിയും സ്നേഹവും കടപ്പാടും എന്ന് അറിയിക്കുന്നു. ഈ അഭിമുഖം ശ്രവിച്ച, ഈ അഭിമുഖം കണ്ട എല്ലാവർക്കും ന്യൂസ് ഇന്ത്യയുടെ വക നന്ദി, നമസ്കാരം അറിയിക്കുന്നു. ന്യൂസ് ഇന്ത്യക്കും എല്ലാവിധ ആശംസകളും. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.